നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച് പരിശോധിക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും. സബ് കളക്ടർ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം സമാധി പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം. മാനസ ചേരുന്നു. മാനസ, എപ്പോഴാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക? വിശദാംശങ്ങൾ. ഷമി, ഇതുവരെയും ഇത് സംബന്ധിച്ച് സമാധി പൊളിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഉടൻ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ആവശ്യമാണ് ഇത്തരത്തിൽ സമാധി പൊളിക്കണമെന്ന ആവശ്യം. എന്നാൽ കുടുംബം ഇതിനെ അനുവദിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത. നാട്ടുകാർക്ക് സമാധി എന്താണെന്ന് അറിയില്ലെന്നും സമാധി പൊളിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും മതവികാരം വ്രണപ്പെടുത്തരുതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. സമാധിയുടെ കാര്യം മുന്നേ തന്നെ തീരുമാനിച്ച് ചെയ്തതാണെന്നും കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്നു പൊളിക്കണമെന്ന കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ കടക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിൽ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെ പരിശോധനകൾ നടത്തി വരികയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ അച്ഛന്റെ സമാധി എന്ന് പറഞ്ഞ് മകൻ സ്ലാബിട്ട് മൂടിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സമഗ്ര അന്വേഷണത്തിന് തന്നെയായിരുന്നു പോലീസ് നടത്തി വന്നത്. ഇതിന് പിന്നാലെയാണ് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം അവിടെ എത്തി പരിശോധനകൾ നടത്തുന്നത്. ഒപ്പം തന്നെ കുടുംബത്തോടും ഈ കാര്യത്തിൽ പ്രതികരണം ആരായുന്നുണ്ട്, മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടക്കം ചെയ്തിരിക്കുന്ന ഇടം പൊളിച്ചും മൃതദേഹം പുറത്തെടുക്കണമോ എന്ന കാര്യം ഉൾപ്പെടെയുള്ളവ നടത്തുകയുള്ളൂ. മൃതദേഹം പുറത്തെടുത്ത് അന്വേഷണം നടത്താനുള്ള നീക്കവും ഉണ്ട്. ഇതിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ട ആവശ്യകതയുമുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയാണെങ്കിൽ കുടുംബം ഈ മൃതദേഹം സ്വീകരിക്കില്ല എന്ന പ്രതികരണവുമായി കുടുംബവും രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ സ്ലാബ് പൊളിച്ച് തുറന്ന് പരിശോധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുമോ, അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഷമി, മാനസയാണ് വിവരങ്ങൾ. മാനസയാണ് വിവരങ്ങൾ നൽകിയത്. മാനസ, ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് കളക്ടറാണോ, ജില്ലാ കളക്ടറാണോ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്? നിലവിൽ സബ് കളക്ടർ ആൽഫ്രഡിനാണ് മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ പൊളിച്ചേക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് അന്വേഷണവും പരിശോധനയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കളക്ടർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സ്ഥലത്തെത്തി പരിശോധനയുമായി ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. ഒപ്പം തന്നെ ജീവനോടെയാണോ സമാധി ഇരുത്തിയത് അതോ മരണശേഷമാണോ എന്നുള്ള കാര്യം അടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമഗ്ര അന്വേഷണം തന്നെയാണ് വിഷയത്തിൽ നടത്തി വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ഈ പോലീസിന്റെ അന്വേഷണം നടന്നു വന്നത്. ഏതായാലും ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന കാര്യവും പുറത്തു വരുന്നുണ്ട് എന്നാണ് പ്രദേശവാസികളും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ലറ തുറന്ന് പരിശോധന നടത്തണം, മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇത് കൊലപാതകമാണോ എന്ന സംശയവും നാട്ടുകാർ ഉയർത്തുന്നത്. എന്നാൽ കുടുംബം ഇതിലൊക്കെയും വിപരീതമായ മറുപടിയാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ അതായത് മതവികാരം വ്രണപ്പെടുത്തുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സമാധിയെ കുറിച്ച് നാട്ടുകാർക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ കാര്യം നേരത്തെ തീരുമാനിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഒപ്പം സമാധി പൊളിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഒരുപക്ഷെ സമാധി പൊളിച്ച മൃതദേഹം പുറത്തെടുക്കുകയാണെങ്കിൽ ആ മൃതദേഹം സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വരുമെന്ന തീരുമാനത്തിലാണ് നിലവിൽ കുടുംബം എത്തിയിരിക്കുന്നത്. ഷമി, മനസ്സ, ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തെ ജീവനോടെയാണോ സമാധി ഇരുത്തിയത് അതല്ല മരണത്തിന് ശേഷമാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഈ വീട്ടുകാരുടെ നിലപാട് എങ്ങനെയാണ്? വീട്ടുകാർ ആദ്യം മുതലേ തന്നെ ആരോപിക്കുന്നത് അതായത് ഗോപൻ സ്വാമി മരിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഒരു സമാധി ഇരുത്തണമെന്ന മാണ് ഈ സമാധിയുമായി മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമാധി ഇരുത്തത് ശേഷം പോസ്റ്റർ അടിക്കുന്ന ഒരു സ്ഥിതിയുമായിരുന്നു മകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുടുംബം ആരോപിക്കുന്നത് ഇത് മതപരമായ ഒരു ആചാരമാണ്. ഈ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന നിലയ്ക്കാണ് നാട്ടുകാർ സമീപിക്കുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുകാർ ആരോപിച്ചതിനെ തുടർന്ന് പോലീസ് സമഗ്ര അന്വേഷണവും പ്രഖ്യാപിച്ചതിന് പിന്നാലെയും
കുടുംബം ഈ കാര്യം തന്നെ ഉയർത്തിക്കാട്ടുകയാണ്, അല്ലെങ്കിൽ ആവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് അല്പസമയം മുൻപ് സംഘർഷ അവസ്ഥ കൂടി സ്ഥലത്ത് ഉണ്ടായി. നാട്ടുകാരും കുടുംബവും തമ്മിലുള്ള ഒരു സംഘർഷ സാഹചര്യമായിരുന്നു അല്പസമയം മുൻപ് സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഒപ്പം അതിനിടയിലാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇത് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്താൽ മാത്രമേ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ മാത്രമാണ് മരണത്തിന് ശേഷമാണോ ഇത്തരത്തിലൊരു സമാധി ഇരുത്തിയത്, അതോ കൊലപാതകമാണോ, ഇതിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംശയമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിലൊക്കെയും വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ ഈ മൃതദേഹം എടുത്ത് പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ്, അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉള്ളത്. നിലവിൽ പരിശോധനകൾ നടത്തി വരികയാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഇത് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘമാണ്, പോലീസും കൂടെയുണ്ട്. പരിശോധനയും നടക്കുകയാണ്, അന്വേഷണവും നടക്കുകയാണ്, അപ്പോൾ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. ഷമി, മനസ്സ, ഇത് ഈ സമാധി ഇരുത്തിയത് വളരെ രഹസ്യമായിട്ടാണോ? നാട്ടുകാരൊന്നും ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണല്ലോ അവർക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകുന്നത്. തീർച്ചയായും ഷമി, ഈ കാര്യം പുറത്തു വരുന്നത് സമാധി ഇരുത്തിയ ശേഷം മകൻ ഒരു പോസ്റ്റർ അടിച്ചതിന് ശേഷമാണ് ഇക്കാര്യം നാട്ടുകാർ അറിയുന്നത്. ഇദ്ദേഹം, അതായത് ഈ ഗോപാലസ്വാമി മരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ അറിയുന്നത് സമാധി ഇരുത്തി ഈ പോസ്റ്റർ അടിച്ച ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഉള്ള സംശയം ഉണ്ടാകുന്നത്. അത് കൊലപാതകമാണോ, അതോ മരണത്തിന് ശേഷം തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് അന്വേഷണവുമായി പോലീസ് എത്തിയതും സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടത്തുന്നതും. ഒപ്പം സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ഇപ്പോൾ പരിശോധനയും നടത്തി വരികയാണ്. ഒപ്പം 2 ദിവസത്തിനകം, അതായത് അന്വേഷണം പ്രഖ്യാപിച്ച് 2 ദിവസത്തിനകം ഇത് സമാധിയിരുത്തിയ കല്ലറ തുറന്ന് പരിശോധിക്കേണ്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും അറിയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായുള്ള നടപടിയാണ് ഇന്ന് നടക്കുന്നത്. സബ് കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. കാരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഒപ്പം നാട്ടുകാർ ഈ ഒരു സംശയങ്ങൾ ആരോപിക്കുന്ന ഒരു സാഹചര്യവും രണ്ടും വിപരീതമായതിനാൽ ഉദ്യോഗസ്ഥ സംഘത്തിന് ഒരു തീരുമാനം കൈക്കൊള്ളാൻ കുറച്ച് സമയം കൂടി ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായി എടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും കല്ലറ പൊളിച്ച് മാത്രമേ ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധനകൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ളവ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിന് മാത്രമാണ് എങ്ങനെയാണ് ഈ ഗോപാലൻ സ്വാമി മരിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മനസ്സ, ഈ നാട്ടുകാരിൽ തന്നെ ഈ കുടുംബത്തെ അനുകൂലിക്കുന്ന ആൾക്കാരും എതിർക്കുന്ന ആൾക്കാരുമുണ്ടോ? അതായത് ഈ കല്ലറ പൊളിക്കരുത് എന്ന നിലപാടുള്ള നാട്ടുകാരുണ്ടോ? നിലവിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കല്ലറ പൊളിച്ച് മൃതദേഹം എടുത്ത് പരിശോധിക്കണം എന്ന കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമാണ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം എന്ന തീരുമാനം അന്തിമമായി എടുക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സ്ഥലത്ത് ഇപ്പോൾ സംഘർഷ സാധ്യത തന്നെയാണ് കാണുന്നത്. നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബവും ഉദ്യോഗസ്ഥ സംഘവും പോലീസും സ്ഥലത്ത് ഉണ്ട്. പോലീസിനെ തടഞ്ഞ് കുടുംബം രംഗത്തെത്തുന്നുണ്ട്. ഈ ഒരു സ്ഥിതിയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിന് വിപരീതമായാണ് കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന സമീപനം. കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു താമസം ഉദ്യോഗസ്ഥ സംഘത്തിനുണ്ട്. ഉടൻ തന്നെ ഈ അന്തിമ തീരുമാനം ആയതിനു ശേഷം കല്ലറ തുറന്ന മൃതദേഹം പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഷമി കരുതുന്നത്. ഈ ഗോപൻ സ്വാമിയുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? അദ്ദേഹം നേരത്തെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണോ? ആശ്രമമുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു സമാധിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വികസിച്ചത്? മാനസ, നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച് പരിശോധിക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും. സബ് കളക്ടർ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ്
കുടുംബം 2 ദിവസം മുൻപാണ് ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയെന്ന് മകൻ പോസ്റ്റർ അടിച്ച് ഒട്ടിക്കുന്നത്. ഇതേ തുടർന്നാണ് നാട്ടുകാരടക്കം രംഗത്ത് വന്നത്. ജീവനോടെ അദ്ദേഹത്തെ സമാധിയിരുത്തി എന്നുള്ള ഒരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. എന്നാൽ മരിച്ചതിന് ശേഷമാണ് സമാധി ഇരുത്തിയതെന്ന നിലപാടാണ് കുടുംബത്തിന്. കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നും മകനും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായത്. ഇദ്ദേഹത്തെ സമാധി ഇരുത്തിയ എന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. കല്ലറയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഈ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചപ്പോഴാണ് നാട്ടുകാർ ഈ വിഷയം അറിയുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ജീവനോടെ സമാധി ഇരുത്തിയോ എന്നൊരു ആശങ്ക, സംശയം നാട്ടുകാർക്കൊക്കെ തന്നെ ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരുന്നത്. സബ് കളക്ടർ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന നിലപാടിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. അതേസമയം തന്നെ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് വീട്ടുകാരും പറയുന്നുണ്ട്. കല്ലറ പൊളിച്ച് മൃതദേഹം എടുത്താൽ പിന്നീട് തങ്ങൾ ആ മൃതദേഹം സ്വീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഉള്ളത്. മാനസ, ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ പശ്ചാത്തലം എങ്ങനെയാണ്? ഇദ്ദേഹം ഏറെക്കാലമായിട്ടൊക്കെ ഇങ്ങനെ സ്വാമിയായി പ്രവർത്തിക്കുന്ന ആളാണോ? തീർച്ചയായും അത്തരത്തിൽ വിശ്വാസത്തെ പിന്തുടരുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിന് ശേഷം മകൻ ഇത്തരത്തിലൊരു ആത്മീയ വിശ്വാസവുമായി മുന്നോട്ട് പോയിരുന്നതും സമാധി ഇരുത്തുന്നതാണ് തങ്ങളുടെ വിശ്വാസപ്രകാരം ചെയ്യേണ്ടതെന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചതും. ഇതിന്റെ തുടർന്നായാണ് ഇത്തരത്തിൽ സമാധി ഇരുത്തിയ ശേഷം നാട്ടുകാരെ അറിയിക്കുന്ന വിധത്തിൽ ഒരു പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് നാട്ടുകാരും ഈ സംഭവം അറിയുന്നത്. നിലവിൽ ഏതായാലും RDO, സബ് കളക്ടർ, DYSP തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തുകയാണ്. ഒപ്പം അതിനിടയിലാണ് കുടുംബം ഉദ്യോഗസ്ഥ സംഘത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ചില നാടകീയ കാഴ്ചവെച്ചത്. ഇതിനെ തുടർന്ന് അതായത് നടപടികൾ ആരംഭിക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത ഉണ്ടായതിനെ തുടർന്ന് കുടുംബത്തെ അറസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതിയാണ് അല്പസമയം മുൻപ് ഉണ്ടായത്. ഏതായാലും സംഘർഷാവസ്ഥ നിലവിൽ ശാന്തമായിട്ടുണ്ട്. ബാക്കി തുടർ നടപടികളുമായി ഉദ്യോഗസ്ഥ സംഘം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കല്ലറ പൊളിച്ച് മാറ്റണമെന്ന അല്ലെങ്കിൽ പൊളിച്ച് മൃതദേഹം എടുത്ത് പരിശോധന നടത്തണം, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തത ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ ആവശ്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ തീരുമാനമുണ്ടാവുക. കാരണം ഇതിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിൽ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നീക്കം. എന്നാൽ കുടുംബത്തിന്റെ ഇത്തരത്തിലൊരു നാടകീയ സംഘർഷ അവസ്ഥ സൃഷ്ടിക്കൽ കാരണമാണ് ഇത്തരത്തിലൊരു തീരുമാനം വൈകിപ്പിക്കാനുള്ള കാരണം. ഒപ്പം തന്നെ പരിശോധനയും നടക്കുകയാണ്. സമഗ്രമായ അന്വേഷണം നടന്ന റിപ്പോർട്ട് കളക്ടർക്ക് പോലീസ് നൽകിയിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം സബ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സ, ഈ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഉദ്യോഗസ്ഥ സംഘവും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരണം നടത്തുന്നത്. അവർക്ക് കുറച്ചുകൂടി സമയം വേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ 2 അഭിപ്രായങ്ങളാണ്. അതായത് നാട്ടുകാർ ഇങ്ങനെ പറയുമ്പോൾ കുടുംബം അത് തുറന്ന് പരിശോധിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനുള്ള ഒരു താമസമുണ്ട്. ഒപ്പം അവർക്ക് പരിശോധന നടത്തേണ്ട ഒരു താമസവുമുണ്ട്. ആ സമഗ്രമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥ സംഘം, അതായത് കളക്ടർ അടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു മകൻ മാത്രമാണോ ഉള്ളത് ഇദ്ദേഹത്തിന്, അതോ മറ്റ് മക്കൾ കൂടിയുണ്ടോ? എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ, അതോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യസ്ത നിലപാട് ഈ കുടുംബത്തിനകത്തുണ്ടോ മാനസ? കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു എതിർ അഭിപ്രായവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ കല്ലറ പൊളിച്ചു മാറ്റി മൃതദേഹം എടുത്ത് പരിശോധിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തന്നെയാണ് നിലവിൽ അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതും. നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പോലീസും അന്വേഷണ സംഘവും. നാട്ടുകാരാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് 2 അഭിപ്രായം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാനസ, ഇപ്പോൾ അവിടെ ഈ കുടുംബം ഈ കല്ലറയ്ക്ക് മുന്നിൽ ഇരിക്കുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസും ഉദ്യോഗസ്ഥരും
ശ്രമിക്കുന്നത്. അവരോട് അനുനയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർ വഴങ്ങാൻ തയ്യാറാകുന്നില്ല. അവർ ആ കല്ലറയ്ക്ക് മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. ഈ മകനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റൊരു യുവതിയുമാണ് ഈ കല്ലറയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി ഇരിക്കുന്നത്. ഈ കല്ലറ പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാനസ, ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ട ആവശ്യമാണ് നിലവിൽ മുന്നിൽ ഉള്ളത് എന്ന് അന്വേഷണ സംഘം തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പരാതികൾ വന്നു, സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ദുരൂഹതയാണോ, കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് മാത്രമേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നേരത്തെയും വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഏതായാലും ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാനുള്ള നീക്കവുമായി തന്നെയാണ് ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ കുടുംബം ആരോപിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് മതവികാരം വ്രണപ്പെടുത്തരുത്, കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള കുടുംബത്തിന്റെ പ്രതികരണത്തിന്മേലാണ് ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകുന്നതും. ഒപ്പം അവരുടെ പരിശോധന നടത്തുന്നതിനിടയിൽ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയും നാടകീയ സംഭവങ്ങളും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം ഇദ്ദേഹത്തിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ അമ്മയും അടക്കമുള്ള സ്ത്രീകൾ അടങ്ങിയ സംഘമാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത്. അല്പസമയം മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അവിടെ പോലീസ് ഇവരെ പിടിച്ചു മാറ്റി വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഏതായാലും നിലവിൽ ശാന്തമായ ഒരു അവസ്ഥയിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഉദ്യോഗസ്ഥ സംഘം. അതുകൊണ്ട് ഉടൻ തന്നെ കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ്, അതിനൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഷമി പ്രതീക്ഷിക്കുന്നത്. മാനസ, വലിയ ഒരു പ്രതിഷേധമാണ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ ഈ മകനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അടക്കമുള്ളവർ എത്തുന്നു എന്നുള്ളതാണ്. ഒരാൾ പോലീസിനെ ബലം പ്രയോഗിച്ച് നീക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അയാളെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് തന്നെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോലീസ് ഏകപക്ഷീയമായി ബലം പ്രയോഗിക്കുന്നു, തങ്ങളെ പിടിച്ചു മാറ്റുന്നു എന്നൊരു പരാതി ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. നാടകീയമായ രംഗങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു കാരണവശാലും ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലേക്ക് കുടുംബം എത്തുകയാണ്. സ്വാമിയുടെ ഭാര്യയെയും അതുപോലെ തന്നെ മകളെയും അടക്കമുള്ളവരെ അവിടെ നിന്ന് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സമാധിയായ കല്ലറ പൊളിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് ഈ കുടുംബം എത്തുന്നു. അവർ ശക്തമായി തന്നെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ഈ കല്ലറയ്ക്ക് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടാണ് അമ്മയും അതുപോലെ തന്നെ മകനും മകളും അടക്കമുള്ളവർ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും പ്രതിരോധിച്ചത്. പക്ഷേ അത് പോലീസ് കാര്യമാക്കിയില്ല. അവരോട് അവിടെ നിന്ന് മാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ മാറാത്ത ഒരു സാഹചര്യത്തിൽ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് തന്നെ അവിടെ നിന്ന് നീക്കുകയാണ് ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ കല്ലറ പൊളിക്കും എന്നുള്ളതാണ്. ഈ കല്ലറയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദമാണ് ഇപ്പോൾ ഈ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര സ്വദേശിയായ ഗോപൻ സ്വാമിയെ മക്കൾ സമാധിയിരുത്തി എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജീവനോടെയാണ് ഇദ്ദേഹത്തെ സമാധി ഇരുത്തിയത് എന്നൊരു സംശയം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതേ തുടർന്നാണ് പരാതി പോലീസിലേക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിലേക്കും എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസമായി ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറും സബ് കളക്ടറും അടക്കമുള്ളവർ ഈ വിഷയം പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ കല്ലറ പൊളിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.